ഹായ്. ലാപ്പിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ലാപ്പിംഗ് എന്നാണ് ഒരു നമുക്ക് കമ്പികൾ തമ്മിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ ഇതിനെ നമ്മൾ ലാപ്പ് ചെയ്തിട്ടാണ് അടുത്ത എക്സ്റ്റൻഷനിലേക്ക് പോകുന്നത്. ഈ ലാപ്പ് ചെയ്യുന്നതിന് കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. പലരും ഈ ലാപ്പിംഗ് സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ലാതെ ലാപ്പ് ചെയ്ത് ഒരടി ലാപ്പ് പുറത്തേക്ക് എന്നൊക്കെ പറഞ്ഞു പോയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും നമ്മൾ ലാപ്പിംഗ് കോഡ് ബുക്ക് റെക്കമെൻഡേഷൻ പ്രകാരം ലാപ്പിംഗ് ഇപ്പോൾ ഡയമീറ്ററിനെ ആശ്രയിച്ച് ഏത് കമ്പിയാണ്, ഏത് സൈസിൽ ഡയ ഉള്ള കമ്പിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ലാപ്പിംഗ്. അപ്പോൾ അതിനൊരു കൃത്യമായ ഒരു കോഡ് ബുക്ക് ക്രൈറ്റീരിയ ഉണ്ട്. IS കോഡ് പറയുന്നതനുസരിച്ച് 40D മുതൽ 60D വരെ ഉപയോഗിക്കുന്ന വിവിധ ടൈപ്പ് ഓഫ് ലാപ്പിങ്ങുകൾ നമുക്കുണ്ട്. അപ്പോൾ ഈ 40D എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ D എന്ന് പറയുന്ന ഡയമീറ്ററാണ്. അപ്പോൾ ഡയമീറ്റർ ഇപ്പോൾ നമ്മൾ 50 ഫോർ എക്സാമ്പിൾ 50D എന്ന് പറഞ്ഞു വെച്ചോളൂ. 12 mm കമ്പിയാണ്. 50D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 × 5 600 mm, അതായത് 2 അടി ലാപ്പ് കൊടുക്കണം എന്നർത്ഥം. 60 സെൻറ്റിമീറ്റർ ലാപ്പ് കൊടുക്കണം എന്നർത്ഥം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ലാപ്പിംഗ് ലെങ്ത് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആവുന്നത് എപ്പോഴെന്ന് വെച്ചാൽ അതൊരു വീക്ക് പോയിന്റ് ആയിട്ട് മാറും ലാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരേ കമ്പികളെല്ലാം ഒരേ സ്ഥലത്ത് ലാപ്പ് വരുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാര്യം സ്റ്റാഗേർഡ് ലാപ്പിംഗും എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ലാപ്പിംഗ് പല സ്ഥലങ്ങളിൽ കൊടുക്കുന്നതിന് സ്റ്റാഗേർഡ് ലാപ്പിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റാഗേർഡ് ലാപ്പിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കാനുള്ളത്. ഈ സ്റ്റാഗേർഡ് ലാപ്പിംഗ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ബീം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ബീമിൻ്റെ സെൻട്രൽ പോർഷനിൽ ഒരു കാരണവശാലും ലാപ്പിംഗ് വരാതിരിക്കാൻ നോക്കുക. അപ്പോൾ ലാപ്പിങ്ങിൻ്റെ സോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സെൻട്രൽ പോർഷനിൽ നമ്മൾ ലാപ്പിംഗ് വരരുത് ബീമിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ കോളത്തിനെ സംബന്ധിച്ചിടത്തോളം, അത് പില്ലറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ ജോയിൻറ്റ്, ബീം കോളം ജോയിൻറ്റ് പോർഷനിൽ ലാപ്പ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ലാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഇത്തരം പോയിന്റ്സ് വളരെ ക്രിട്ടിക്കലാണ്. ലാപ്പിംഗ് ഒരു വീക്ക് സോൺ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ വീക്ക് സോണിന് കൃത്യമായിട്ട് സ്ട്രോങ് ആക്കുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഇനി വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലാപ്പിംഗ് ചെയ്തതിന് ശേഷം അവിടുത്തെ ബൈൻഡിങ് വളരെ പ്രോപ്പർ ആയിരിക്കും. കൃത്യമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കണം. ലാപ്പിംഗ് സ്ഥലത്ത് ബൈൻഡിങ് വയർ ഉപയോഗിച്ച് കൃത്യമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പം മെയിനായിട്ടുള്ള കാര്യം, ഈ ലാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. കൃത്യമായിട്ട് ചെയ്യുക. അത് നമ്മൾ കമ്പി കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ലാപ്പിംഗ് പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കമ്പി കട്ട് ചെയ്തിട്ട് ഈ ലാപ്പിംഗ് ലെങ്കിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കമ്പി കട്ട് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ എന്ന് പറയും. നമ്മൾ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ഉപയോഗിച്ച് വേണം നമ്മൾ കമ്പി ബെൻഡ് ചെയ്യാൻ. കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ തെറ്റ് സംഭവിക്കാം. ഈ ലാപ്പിംഗ് ശ്രദ്ധിക്കുക. ലാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു കൃത്യം IS കോഡ് പ്രൊസീജിയർ പ്രകാരമുള്ള ഒരു ലാപ്പിങ്ങിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക.